പഠിക്കാൻ പോകുന്നത് ഇൻ്റർവെൽ എസ്റ്റിമേഷനാണ്. ഇത് നിങ്ങൾ ആ ഒരു ട്രിക്ക് മനസ്സിലാക്കിയ സിമ്പിളാണ് കേട്ടോ. അത്രയും സിമ്പിളാണ്, അത്രയും സിമ്പിളാണ്. നിങ്ങൾക്ക് ആ ഒരു ട്രിക്ക് മനസ്സിലാക്കിയാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇൻ്റർവെൽ എസ്റ്റിമേഷൻ ഓഫ് ദ പോപ്പുലേഷൻ മീൻ മ്യൂ. അപ്പോൾ നമ്മൾ എന്തായിരുന്നു പോയിൻ്റ് എസ്റ്റിമേഷൻ മുന്നേ പഠിച്ചത് പോയിൻ്റ് എസ്റ്റിമേഷൻ. അതിലെന്താ പറഞ്ഞിട്ടുള്ളത്? മീൻ മ്യൂവിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കിനെ കണ്ടുപിടിക്കുക. അതായത് മീൻ മ്യൂവിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ കണ്ടുപിടിക്കാമെന്നോ. അപ്പോൾ അതാണ് ഒരാൾക്ക് പകരം അല്ലേ, ഒരു പകരം ഒരാളെ കണ്ടുപിടിക്കും. ഇവിടെ എന്താണ് ഒരു ഇൻ്റർവെൽ, മ്യൂവിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ ഒരു ഇൻ്റർവെൽ, ആ ഒരു ഇൻ്റർവെല്ലുള്ള ആളുകളെ നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറയുന്നതാണ് എന്ത് ഇൻ്റർവെൽ എസ്റ്റിമേഷൻ. അപ്പോൾ ഫസ്റ്റ് എന്താണ് ഇൻ്റർവെൽ എസ്റ്റിമേഷൻ ഓഫ് ദ പോപ്പുലേഷൻ മീൻ മ്യൂ. അപ്പോൾ കേസ് 1 കേട്ടോ. സാമ്പിൾസ് ആർ ടേക്കൺ ഫ്രം നോർമൽ വിത്ത് മ്യൂസ് സിഗ്മ. സിഗ്മ നോൺ ആയിരിക്കുക. സിഗ്മ നോൺ ആവുന്ന കേസ് കേട്ടോ. ഫൈൻഡ് ആൻ ഇൻ്റർവെൽ ഫോർ ദ പോപ്പുലേഷൻ മീൻ മ്യൂ വെൻ ദ ഇൻ്റർവെൽ സിഗ്മ ഈസ് നോൺ. തരികയാണെങ്കിൽ ഇങ്ങനെ, അതായത് മീൻ മ്യൂവിന് പകരമുള്ള ഒരു ഇൻ്റർവെൽ എസ്റ്റിമേറ്റ് ചെയ്യാണ്. സിഗ്മ എന്തായിരിക്കണം? തന്നിട്ടുണ്ടായിരിക്കണം. To estimate mu, let us draw a random sample of size n from the normal population. എന്താണ് നമ്മൾ മ്യൂ എസ്റ്റിമേറ്റ് ചെയ്യണമെങ്കിൽ ഒരു റാൻഡം സാമ്പിൾ ഓഫ് സൈസ് n എടുക്കണം അല്ലേ. പോപ്പുലേഷൻ നമ്മൾ എടുത്തു. ഓക്കെ, അപ്പോൾ വീഡിയോ പോസ് ഇത്രയും വരെ എഴുതാം. ലെറ്റ് എക്സ് ബാർ ബി ദ മീൻ ഓഫ് എ റാൻഡം സാമ്പിൾ ഓഫ് സൈസ് n ഡ്രോൺ ഫ്രം ദ നോർമൽ പോപ്പുലേഷൻ n മ്യൂ സിഗ്മ. അപ്പോൾ നമുക്ക് എക്സ് ബാർ എന്നുള്ളത് എന്താണ് ആ സാമ്പിളിൻ്റെ മീനാണുള്ളത് എടുത്തു. ഇനി നമുക്കറിയാം എക്സ് ബാർ ഫോളോ ചെയ്യുന്നത് നോർമൽ വിത്ത് മ്യൂ സിഗ്മ ബൈ റൂട്ടിനാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെറ്റ് ഇസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ടിന്. അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് വേണം പ്രോബ്ലംസ് ചെയ്യാൻ. എന്താ സ്റ്റാൻഡർഡൈസ് ചെയ്യുക പറഞ്ഞാൽ അതിൽ നിന്നും അതിൻ്റെ മീൻ മ്യൂ മൈനസ് ചെയ്തിട്ട് സിഗ്മ ബൈ റൂട്ടിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സെറ്റ് ഇസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ടിന്. അത് ഫോളോ ചെയ്യുന്ന n വിത്ത് 0,1 ആണ്. ഇനിയിപ്പോൾ ഇത്രയും നിങ്ങൾക്ക് എഴുതാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ ഇവിടെ തൊട്ട് പഠിച്ചാൽ മതി. സെറ്റ് ഇസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ടിന്. ഓക്കെ, ഫ്രം ഏരിയ പ്രോപ്പർട്ടി നമുക്ക് എന്ത് എഴുതാൻ പറ്റും? പി ഓഫ് മോഡ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെറ്റ് ആൽഫ ബൈ 2. ഇതെന്താണ്? ടേബിൾ വാല്യൂ ആണ്. മോഡ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെറ്റ് ആൽഫ ബൈ 2 ഇസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ. ഈ ഒരു ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുക. ഓക്കെ, ഇനി നോക്ക്, നമ്മളിവിടെ കൊടുത്തു കേട്ടോ. ഈ ഒരു ടേമിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്ലസ് വൈ എഴുതിക്കൂടെ? അതേപോലെ മോഡ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെറ്റ് ആൽഫ ബൈ 2 എഴുതണമെങ്കിൽ ഈ ഇവിടെ മൈനസ് സെറ്റ് ആൽഫ ബൈ 2 ഇവിടെ സെറ്റ് ആൽഫ ബൈ 2 കൊടുക്കുക. നടുക്ക് എന്ത് കൊടുക്കുക? സെറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ which is equal to P of minus Z alpha by 2 less than or equal to. ഇവിടെ ശ്രദ്ധിക്കട്ടോ, നമുക്ക് ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? മ്യൂവിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ സെറ്റിന് പകരം എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ടിന് കൊടുത്തു. ബാക്കിയൊക്കെ അതേപോലെ ഇത്രയും എഴുതാം. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കട്ടോ. ഇനി നമുക്ക് ഇവിടെ ഈ നടുക്കില്ലേ, ഈ നടുക്ക് ആര് കൊണ്ടണം? മ്യൂനെ കൊണ്ടണം. നടുക്ക് ആരെ കൊണ്ടണം? മ്യൂനെ കൊണ്ടണം. എന്തുകൊണ്ടാണ് നടുക്ക് മ്യൂനെ കൊണ്ടണത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മ്യൂവിന് പകരമായിട്ടുള്ള ആളെയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്? മ്യൂവിന് പകരമായിട്ടുള്ള ആളെയാണ്. അപ്പം നമ്മൾ ഈ നടുക്ക് ആരെ കൊണ്ടണം? മ്യൂനെ കൊണ്ടണം. ഓക്കെ, പി ഓഫ് മൈനസ് സെഡ് ആൽഫ ബൈ 2 ഇൻറ്റു സിഗ്മ ബൈ റൂട്ടൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ടൻ ഇൻറ്റു. ഇവിടെ ശ്രദ്ധിക്കട്ടോ, ഈ സിഗ്മ ബൈ റൂട്ടനും ഇവിടെ സിഗ്മ ബൈ റൂട്ടനും അതെന്തുകൊണ്ടാണ്? ഇതിൽ നോക്കട്ടോ, ഈ എക്സ് ബാർ മൈനസ് മ്യൂനെ സിഗ്മ ബൈ റൂട്ടന് ഇതിനെ മ്യൂ ഒറ്റയ്ക്കാക്കണം. മ്യൂ ഒറ്റയ്ക്കാക്കാൻ നിങ്ങൾ ആദ്യം ഇയാളെ ക്യാൻസൽ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു സിഗ്മ ബൈ റൂട്ടന് കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യും? ഇയാളും ക്യാൻസൽ ചെയ്യും. ബാക്കി എക്സ് ബാർ മൈനസ് മ്യൂ ആയി അല്ലേ. ഈ മ്യൂ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? മ്യൂനെ ഒറ്റയ്ക്കാക്കണമെങ്കിൽ എക്സ് ബാർ മൈനസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു എക്സ് ബാർ മൈനസ് ചെയ്തു. അപ്പോൾ അതും ബാക്കി മ്യൂ ആയി. ഈ മ്യൂനെ പ്ലസ് ആക്കണം നിങ്ങൾ എന്ത് ചെയ്യും? ഒരു മൈനസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ മ്യൂ കിട്ടിയില്ലേ? ഇത്രയുമാണ് നമ്മൾ നടുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടുക്ക് ചെയ്യുമ്പോൾ അതൊക്കെ നമ്മൾ ഇപ്പുറത്തുള്ള ആൾക്ക് ചെയ്യണം. അപ്പോഴുള്ളത് എന്താ ചെയ്യുക? ഇക്വേഷനിൽ തെറ്റില്ലാതെ പോവുള്ളൂ. അപ്പം ഞാൻ ആദ്യം ഇവിടെ സിഗ്മ ബൈ റൂട്ടിന് ഇവിടെ ഇൻറ്റു സിഗ്മ ബൈ റൂട്ടിന്. അപ്പോൾ ഇതും ക്യാൻസൽ ചെയ്തു. ഇവിടെ ഇൻറ്റു ചെയ്യുമ്പോൾ ഇവിടെയും ഇൻറ്റു ചെയ്യണം, ഇവിടെ ഇൻറ്റു ചെയ്യണം. ആ ഇൻറ്റും ചെയ്തു വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ. ഇത്രയും മനസ്സിലായില്ലേ?
ഓക്കെ, അപ്പോൾ അതും ക്യാൻസൽ ചെയ്ത് കിട്ടി. ഇനി ഇവിടെ നോക്ക്, എക്സ് ബാർ മൈനസ് മ്യൂ കിട്ടി. എക്സ് ബാർ മൈനസ് മ്യൂ ആ ഇക്വേഷൻ അതേപോലെ ഞാൻ എഴുതി മൈനസ് സെഡ് ആൽഫ ബൈ 2 ഇൻറ്റു സിഗ്മ ബൈ റൂട്ട് എൻ, ഇവിടെ സെഡ് ആൽഫ ബൈ 2 ഇൻറ്റു സിഗ്മ ബൈ റൂട്ട് എൻ. അത്ര എഴുതിയില്ലേ? ഓക്കെ, ഇത് വീഡിയോ പോസ്റ്റ് ഇത്ര എഴുതാം കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ എക്സ് ബാറിനെ മൈനസ് ചെയ്യണം. അപ്പോൾ എക്സ് ബാറിന് ഇവിടുന്ന് എക്സ് ബാറിനെ മൈനസ് ചെയ്തു. ഇവിടുന്ന് എക്സ് ബാർ മൈനസ് ചെയ്യുമ്പോൾ ഇവിടുന്ന് മൈനസ് ചെയ്യണം, ഇവിടുന്ന് മൈനസ് ചെയ്യണം. വേണ്ടേ? എന്ത് ചെയ്യണം? രണ്ട് ഭാഗത്തുനിന്നും മൈനസ് ചെയ്യണം. ഓക്കെ, മൈനസ് എക്സ് ബാർ അല്ലേ? അപ്പം ഞാൻ എന്ത് ചെയ്തു കൊടുത്തു? ഇവിടെ ഈ ഒരു ഭാഗത്ത് മൈനസ് എക്സ് ബാർ ഉണ്ടോ? ഇവിടെ മൈനസ് എക്സ് ബാർ, ഈ ഒരു സൈഡിൽ മൈനസ് എക്സ് ബാർ. ഇനിയിപ്പോൾ കൺഫ്യൂഷൻ ആണെങ്കിൽ ഇവിടെ മൈനസ് എക്സ് ബാർ കൊടുത്താലും മതി, പ്രശ്നമില്ല. ഞാനെന്തോ ഓർഡർ ആയിക്കോട്ടെ വിചാരിച്ചു. ഇവിടെ മൈനസ് എക്സ് ബാർ, ഈ ഒരു ടേമിൻ്റെ ഈ ഭാഗം മൈനസ് എക്സ് ബാർ കൊണ്ട് മൈനസ് ചെയ്തു. ഇവിടെ മൈനസ് എക്സ് ബാർ ചെയ്തപ്പോൾ എക്സ് ബാറും പോയി മൈനസ് മ്യൂ ആയി. ഇവിടെയോ? ഇവിടെ മൈനസ് എക്സ് ബാർ, പിന്നെ ബാക്കി ആ ടേം ഉണ്ട് -1 × 1 = 1 മൈനസ് ആൽഫ. ഇനി എന്ത് ചെയ്യണം? ഇനി നിങ്ങൾ ഇവിടുന്ന് ഇവിടെ രണ്ടിലും നെഗറ്റീവ് വാല്യൂസ് ഉണ്ട് അല്ലേ? നെഗറ്റീവ് വാല്യൂസ് ഉണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അറിയോ? മൈനസിലെ ഇവിടെ മൈനസ് കൊടുത്തു. മനസ്സിലായോ? നടുക്ക് മൈനസ് കൊടുത്തു. മൈനസ് കൊടുക്കുമ്പോൾ ഇവിടെയും മൈനസ് കൊടുക്കണം. അപ്പം എന്താ വരിക? സോറി കേട്ടോ, ഇന്ന് എഴുതാൻ വിട്ടുപോയതായിരുന്നു. അപ്പം ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നമ്മളിവിടെ ഒരു മൈനസ് കൊടുക്കണം. ഈ നടുക്ക് മൈനസ് കൊടുക്കുമ്പോൾ ഈ ടേമിനും കൊടുക്കണം, ഈ ടേമിനും മൈനസ് കൊടുക്കണം. പിന്നെ മൈനസ് കൊടുക്കുന്നതോടുകൂടി ഈ ലെസ് ദാൻ സൈൻ എന്താവും? ഗ്രേറ്റർ ദാൻ സൈൻ ആയിട്ട് മാറും. നമ്മൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ സൈനൊക്കെ തിരിച്ചാവും കേട്ടോ. അപ്പോൾ ഈ ലെസ് ദാനുള്ള ഗ്രേറ്റർ ദാൻ, ഈ ലെസ് ദാനുകളും ഗ്രേറ്റർ ദാൻ ആയി. അപ്പോൾ ഇവിടെ ഈ ഒരു ടേമിന് മൈനസ് കൊടുക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് പുറത്തൊരു മൈനസ് കൊടുത്തു. അതേപോലെ ബ്രാക്കറ്റ് ഇട്ടു, പുറത്ത് മൈനസ് കൊടുത്തു. ഇതിന് മൈനസ് കൊടുക്കുമ്പോൾ ആ മൈനസ് പോയി. ഇവിടെയും നോക്കുക, അതേമാതിരി ഒരു ബ്രാക്കറ്റ് ഇട്ടു, എന്ത് ചെയ്തു? പുറത്ത് മൈനസ് കൊടുത്തു. 1 മൈനസ് ആൽഫ. ഇത്രയും എഴുതിയില്ലേ? ഇത്ര എഴുതാം കേട്ടോ. ഓക്കെ, ഇനി എന്ത് ചെയ്യുക അറിയോ? ഈ മൈനസും പ്ലസ് ചെയ്ത് എന്ത് കിട്ടും? എക്സ് ബാർ കിട്ടും. കിട്ടൂലേ? മൈനസ് പ്ലസ്, ഈ മൈനസ് ഉള്ള കൊടുത്ത ഇവിടെ എക്സ് ബാർ, ഈ മൈനസ് ഇങ്ങോട്ട് കൊടുത്താലോ ഇവിടെ പ്ലസ് ആവും, ഇവിടെ പ്ലസ് ആവും അല്ലേ? പിന്നെ ഇവിടെ ചെയ്യുമ്പോഴോ ഇത് പ്ലസ് ആവും, ഇവിടെ മൈനസ് ആവും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്ത് നേരെ തിരിച്ച് എഴുതാം. ഇവിടെ എന്താ കിട്ടുന്നത്? നമുക്ക് ഞാൻ താഴെ എഴുതാം കേട്ടോ. ഇവിടെ എന്താ കിട്ടുന്നത്? സോറി, ഇവിടെയാണ് എഴുതേണ്ടത്. നോക്ക്, മൈനസ് ചെയ്യുമ്പോൾ എക്സ് ബാർ, ഈ മൈനസ് എക്സ് ബാർ, ഈ മൈനസിൽ കൊടുക്കുമ്പോൾ ഇവിടെ മൈനസ് സെഡ് ആൽഫ ബൈ 2 ഇൻറ്റു സിഗ്മ ബൈ റൂട്ട് എൻ കിട്ടി. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മ്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ എന്താ കിട്ടുന്നത്? ഈ മൈനസിൽ കൊടുക്കുമ്പോൾ എക്സ് ബാർ, ഇവിടേക്ക് കൊടുക്കുമ്പോൾ പ്ലസ് സെഡ് ആൽഫ ബൈ 2 ഇൻറ്റു സിഗ്മ ബൈ റൂട്ട് എൻ. ഇനി ഞാൻ നേരെ തിരിച്ചെഴുതാം കേട്ടോ. തിരിച്ച് നോക്കുക, ആദ്യം ഇതെഴുതി എക്സ് ബാർ മൈനസ് സെഡ് ആൽഫ ബൈ 2 ഇൻറ്റു സിഗ്മ ബൈ റൂട്ട് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഴുതി, മ്യൂ എഴുതി, ഇതെഴുതി. നേരെ തിരിച്ചെഴുതാം. ഇതെന്ത് ചെയ്യുക? നേരെ തിരിച്ചെഴുതാം കേട്ടോ. അപ്പോൾ വീഡിയോ പോസ് ചെയ്ത് ഇത്ര വരെ എഴുതാം. അപ്പോൾ നോക്ക്, നമുക്ക് നടുക്ക് മ്യൂ കിട്ടി. സൈഡിലുള്ള രണ്ടാൾക്കാരെ ഇവർ രണ്ടാളും. അപ്പോൾ നമ്മൾ ഇവരെ രണ്ടാളി എടുക്കുക, ഇൻ്റർവെൽ എഴുതിയിട്ട് ഇവരെ രണ്ടാളി എഴുതുക. ഈ ഭാഗത്തില്ല എഴുതുക. ഈസ് കോൾഡ് 100 ഇൻറ്റു 1 മൈനസ് ആൽഫ പെർസെൻറ്റേജ് കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ മീൻ മ്യൂ ഓഫ് ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഇത്രയും നോക്കിയാൽ മതി. ഇവിടെ എന്ത് ചെയ്യാം? ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? അവരവിടെ ഒറ്റയ്ക്കാക്കണം. അപ്പോൾ അതിന് ബാക്കിയുള്ളവരൊക്കെ ഈ താഴെയുള്ളതിനെ കളയാൻ എന്ത് ചെയ്യണം? മുകളിലൊരു ഇൻറ്റു കൊണ്ട് ചെയ്യണം. പ്ലസ് ഉള്ളതിനെ കളയാൻ മൈനസ് കൊണ്ട് ചെയ്യണം. അപ്പോൾ അത് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും ചെയ്യാം. രണ്ട് സൈഡിലും ചെയ്തിട്ട് പിന്നെ മൈനസ് കൊണ്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് പോട്ടോ. നിങ്ങൾക്ക് മനസ്സിലായി? നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ കേസ്, നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? സിഗ്മ നോൺ ആണെന്ന് പറഞ്ഞു. ഇവിടെ എന്താണ്? സിഗ്മ അൺനോൺ ആണ്, n ലാർജ് ആണ്, n ഗ്രേറ്റർ ദാൻ 30 ആണ്. രണ്ടാമത്തെ കണ്ടീഷൻ ഇതാണ്, സിഗ്മ അൺനോൺ ആണ്, n ഈസ് ലാർജ്, ഗ്രേറ്റർ ദാൻ 30 ആവുമ്പോൾ മ്യൂവിൻ്റെ പിന്നെ ഇൻ്റർവെൽ എസ്റ്റിമേറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എക്സ് ബാർ ഫോളോ ചെയ്യുന്നത് മ്യൂ കോമ എസ് ബൈ റൂട്ട് എൻ. കാരണം സിഗ്മ അൺനോൺ ആണ്. അപ്പോൾ നമ്മൾ സിഗ്മയ്ക്ക് പകരം ആരെ യൂസ് ചെയ്യും? സാമ്പിൾ വേരിയൻസിനെ യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് സെഡ് എന്ന് പറഞ്ഞാൽ സെഡ് ബാർ is equal to ആണ് കേട്ടോ. എക്സ് ബാർ മൈനസ് മ്യൂ ബൈ എസ് ബൈ റൂട്ട് എൻ വിച്ച് ഫോളോ n 0,1. വീഡിയോ പോസ് ചെയ്ത് വരെ എഴുതാം. ബൈ ഏരിയ പ്രോപ്പർട്ടി, നമ്മൾ നേരത്തെ അതന്നെയാണ് ഏരിയ പ്രോപ്പർട്ടി. സി ഓഫ് പ്രോബിലിറ്റി ഓഫ് മോഡ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ആൽഫ ബൈ 2 is equal to 1 മൈനസ് ആൽഫ.
പ്രോബിലിറ്റി ഓഫ് മൈനസ് സെഡ് ആൽഫ ബൈ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ലെസ് ദാൻ സെഡ് ആൽഫ ബൈ ടു ഈക്വൽ ടു 1 മൈനസ് ആൽഫ. നമ്മളിത് എഴുതി. ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് അത് തന്നെയായിട്ട് ഈ ഒരു ടേം എപ്പോഴും ഒരേപോലെ ആയിരിക്കും. ഇനി ഇവിടെ സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ബാർ മൈനസ് മ്യൂ ബൈ എസ് ബൈ റൂട്ട്. നിങ്ങൾ അത് പഠിച്ചു വെച്ചാൽ മതി. സിഗ്മ അൺനോണും എൻ ലാർജും ആകുമ്പോൾ എന്താണ് സെഡ് എന്നിട്ട് ഇക്വേഷനിൽ കൊടുക്കുക വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ, വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ. അപ്പോൾ സെഡ് എന്ത് കൊടുത്തു? ഇത് കൊടുത്തു. സെഡ് എന്താ കൊടുത്തത്? ഇത് കൊടുത്തു. ഓക്കെ, നമുക്കിവിടെ എന്താണ് എക്സ് ബാർ മൈനസ് മ്യൂ ബൈ എസ് ബൈ റൂട്ടിന്. ഇനി ആരാ കണ്ടുപിടിക്കേണ്ടത്? മ്യൂൻ്റെയാണ് നമ്മളിപ്പോൾ കാണുന്നത് അല്ലേ? മ്യൂൻ്റെ ഓരോ കേസ് സിഗ്മ നോൺ ആകുമ്പോൾ മ്യൂൻ്റെ എസ്റ്റിമേറ്റ്, സിഗ്മ അൺനോൺ ആകുമ്പോൾ മ്യൂൻ്റെ എസ്റ്റിമേറ്റ് ആണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? മ്യൂന് ഒറ്റയ്ക്കാക്കണം. മ്യൂന് ഒറ്റയ്ക്കാക്കണം. നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഒരു മാറ്റമല്ല. അവിടെ സിഗ്മയായിരുന്നു, ഇവിടെ എസ് ആണ്. അതേ പ്രൊസീജിയേഴ്സിന് ഇവിടെ ചെയ്യുന്നു കേട്ടോ. പ്രൊസീഡിങ് ആസ് എബവ് വി ഗെറ്റ്. നമുക്ക് എന്ത് ചെയ്യും? കഴിഞ്ഞ അതേപോലെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. ഓക്കെ, വീഡിയോ പോസ് ചെയ്ത് വരെ എഴുതാം. ഇനി എന്താണ്? കേസ് 3 ആണ്. സിഗ്മ അൺനോൺ ആണ്, എൻ സ്മോൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തു x1 x2 എക്സെട്ര xn be a random sample drawn from n mu comma sigma where sigma is unknown, x bar be the sample mean and s square be the sample variance. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് നിങ്ങൾ ഇതിങ്ങനെ പഠിച്ചു വയ്ക്കണം കേട്ടോ. ഈ ഒരു പോർഷൻ എപ്പോഴും പഠിച്ചു വയ്ക്കണം. ടി എന്താണ്? എക്സ് ബാർ മൈനസ് വ്യൂ ബൈ എസ് ബൈ റൂട്ട് n മൈനസ് 1 വിച്ച് ഫോളോ ടി ഇൻറ്റു n മൈനസ് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ ഇത്രയും നിങ്ങൾ പഠിച്ചാൽ മതി. ഇവിടെ n ലെസ് ദാൻ 30 ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല? സെഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. സെഡിന് പകരം ആരെ യൂസ് ചെയ്യണം? ടീനെ യൂസ് ചെയ്യണം. ആ ഒരു മാറ്റമുള്ളൂ ഇവിടെ. അപ്പോൾ വീഡിയോ പോസ് ഇത്രയും വരെ എഴുതാം. ഇനി കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ മ്യൂ നമ്മൾ എങ്ങനെ കാണും? ടി യൂസ് ചെയ്യുമ്പോൾ സെഡിന് പകരം ആരെ കൊടുത്തു? ടി കൊടുത്തു, 1 മൈനസ് ആൽഫ. ഇനി അതേപോലെ തന്നെ എന്ത് ചെയ്തു? സെഡിന് പകരം ടി ഇവിടെയും ടി കൊടുത്തു. മനസ്സിലായില്ലേ? അത് നമ്മൾ നേരത്തെ അതേപോലെ തന്നെ. ഈ ടിക്ക് പകരം ആരാണ്? എക്സ് ബാർ മൈനസ് മ്യൂ ബൈ എസ് ബൈ റൂട്ട് n മൈനസ് 1 കൊടുത്തു. നമുക്ക് ആരെ പാരാമീറ്റർ ആണ് കാണേണ്ടത്? മ്യൂവിൻ്റെ പാരാമീറ്റർ ആണ് കാണേണ്ടത്. ആരെ പാരാമീറ്റർ ആണ്? മ്യൂവിൻ്റെ പാരാമീറ്റർ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? ആദ്യം ഈ താഴത്തേന് അല്ലേ എസ് ബൈ റൂട്ട് n മൈനസ് 1 ഇവിടെ ഇൻറ്റു ചെയ്ത് എസ് ബൈ റൂട്ട് n മൈനസ് 1 ഇവിടെയും ഇൻറ്റു. അപ്പോൾ അതും ക്യാൻസൽ ചെയ്ത് അവിടെ പോയി. ഇനി എന്ത് ചെയ്യണം? എക്സ് ബാറിന് അല്ലേ? അപ്പോൾ ഇവിടെ പ്ലസ് എക്സ് ബാർ മൈനസ് എക്സ് ബാർ ഇവിടെയും മൈനസ് എക്സ് ബാർ ഇവിടെയും മൈനസ്. അപ്പോൾ ഇവിടെ ഇതും പോയി. പിന്നെ മൈനസ് മ്യൂ ആകുമ്പോൾ എന്ത് ചെയ്യും? നമ്മളൊരു മൈനസ് ആഡ് ചെയ്തു. ഇവിടെയും മൈനസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ലെസ് ദാൻ സൈൻ ഗ്രേറ്റർ ദാൻ സൈൻ ആവും. ഓക്കെ, ലെസ് ദാൻ സൈൻ എന്താവും? ഗ്രേറ്റർ ദാൻ സൈൻ ആവും. വീഡിയോ പോസ് ഇതുവരെ എഴുതാം കേട്ടോ. ഇനി കണ്ടോ ഇവിടെ മൈനസ് മ്യൂ ഉള്ളത്. മൈനസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ലെസ് ദാൻ സൈൻ ഗ്രേറ്റർ ദാൻ സൈൻ ആവും. പിന്നെ ഈ മൈനസ് ഇവിടെ കൊടുക്കുമ്പോൾ എന്താവും? ഈ മൈനസ് ഇവിടെ കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് പ്ലസ് ആയിട്ട് വരും. ഇവിടെ കൊടുക്കുമ്പോൾ എന്ത് വരും? ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആയിട്ട് വരും. പിന്നെ അത് നേരെ തിരിച്ചെഴുതാം. ഇത്ര എഴുതാം കേട്ടോ. പിന്നെ എന്ത് ചെയ്യുക? നേരെ തിരിച്ചെഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നടുക്ക് മ്യൂ ഒറ്റയ്ക്ക് കിട്ടും. അപ്പുറത്തുള്ള ആളാണ് ആര്? ഇൻ്റർവെൽ എസ്റ്റിമേറ്റ്. ഇത് സിമ്പിളാണ്. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയാൽ മതി. ബാക്കിയൊക്കെ നമ്മൾ മുകളിലത്തെ പഠിച്ച ബാക്കിയൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്ര എഴുതാം കേട്ടോ.